How many of you are ready that God is going to speak to you today? ഇന്ന് ദൈവം എന്നോട് സംസാരിക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ യാദൃശ്ചികമായി കടന്നു വന്നതല്ല, ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, God is not your alternative, default അല്ല, first choice. അവസാനം അന്വേഷിക്കുന്ന വ്യക്തി അല്ല ദൈവം, ആദ്യം പോകുന്നതാണ് ദൈവത്തിന്റെ അടുക്കൽ. ഹല്ലേലൂയ. My Jesus, my God is my everything. എൻ്റെ യേശു എൻ്റെ സകലവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി സമ്പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിങ്കിൽ നിന്ന് ചിലത് ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവശബ്ദം കേൾക്കണം എന്ന വാഞ്ചിച്ചു നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവം നിങ്ങളോട് സമൃദ്ധിയായി സംസാരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ദുഃഖത്തെ നീക്കുമാറാകട്ടെ, നിങ്ങളുടെ പ്രയാസത്തെ മാറ്റുമാറാകട്ടെ, നിങ്ങളുടെ രോഗത്തെ ഇല്ലാതാക്കുമാറാകട്ടെ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ പരിഹാരം തരുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ ശക്തിയുണ്ട്. The word of God has power. In the beginning God created everything by his word. അവന്റെ വചനത്താൽ അവൻ സകലത്തെയും സൃഷ്ടിച്ചു. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഒന്നുമില്ലായ്മയെന്ന് സകലവും ഉണ്ടായി. ഇന്നുണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ നമ്മുടെ ഒന്നുമില്ലായ്മ മാറ്റുവാൻ ദൈവം ശക്തനാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വായിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും അനുസരിക്കുവാനും പിൻപറ്റുവാനും ദൈവം കൃപ തരുമാറാകട്ടെ. Let's turn to Isaiah chapter 60 verse 1. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ഇന്ന് വൈകിട്ടത്തെ today evenings or this time's meditation we shall turn to Isaiah 60 verse 1. Wherever you are listening to God's voice this evening or this time of the day, may God bless you and speak to you because God has something very special for you. വായിച്ചാട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. I am the light of the world. യേശു കുഞ്ഞാടാണ് സ്വർഗത്തിൽ നിത്യതയിൽ ദൈവരാജ്യത്തിന്റെ വിളക്കായിരിക്കുന്നത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു കഴിയുമ്പോൾ അവിടെ KSEB ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, അവിടെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഇല്ല, ന്യൂക്ലിയർ ഇലക്ട്രിസിറ്റി ഇല്ല, ഒരു ഇലക്ട്രിസിറ്റിയും ഇല്ല. യേശു തന്നെ അവിടെ വെളിച്ചമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇവിടെ വേറൊരു വിഷയമാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത്. നശിച്ചു പോകുന്ന, ജീർണിച്ചു പോകുന്ന, കാരമില്ലാത്ത, വഷളത്വം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ ഉപ്പ് നമ്മളാണ്. Do you realize the great responsibility that we are the preserving factor in this degenerating world? We are the ones which protect, give taste to the world which has no meaning, the world which has no hope, the world which has no aim, the world which is perishing. അർത്ഥമില്ലാത്ത, പ്രത്യാശയില്ലാത്ത, ലോകത്തിന്റെ വഷളത്വം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ പ്രത്യാശ കൊടുക്കുന്ന ദൈവമക്കളാണ്. ഹല്ലേലൂയ. You and I are the ones who impart direction to this world. There's only one hope, that is in the word of God. There is only one purpose, that is in the kingdom of God. ദൈവത്തിന് മാത്രമേ നിനക്ക് ദശ തരുവാൻ സാധിക്കുകയുള്ളൂ, ഒരു ഡിറക്ഷൻ തരുവാൻ സാധിക്കുകയുള്ളൂ. എങ്ങോട്ടാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ജീവിതത്തിൽ എന്തായി തീരണമെന്ന് പറഞ്ഞു തരുവാൻ ദൈവത്തിന് സാധിക്കും. ഇന്ന് നിന്നോട് പറയുവാനുള്ള ആദ്യത്തെ സംഗതി, അറൈസ്. എന്താണ് അറൈസ് എന്ന് പറഞ്ഞാൽ? എഴുന്നേൽക്കുക. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുക? നീ വീണ് കിടക്കുക അല്ലേ? ആരോടാ എഴുന്നേക്കാൻ പറയണേ? Those who are sleeping. All the parents know in the early morning they will tell children, എഴുന്നേറ്റ്, get up, get up, get up. They go on. It has been happening for centuries. അപ്പനും അമ്മയും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പിള്ളേരോട് പറയും, എഴുന്നേറ്റ്. They will keep sleeping. Even if you tell them till 10th standard again, they will keep sleeping. You can't blame them, because God has given them more sleep than us. Children have lot more sleep than us. Don't get impatient. You just continue to say, get up. We wonder why they are not getting up, because we have less sleep. Sleep rhythm keeps changing as the age changes. So അതുകൊണ്ട് പ്രായമാകുമ്പോൾ വേഗം എഴുന്നേക്കാൻ സാധിക്കും. കൊച്ചു പിള്ളേർക്ക് ഒത്തിരി ഉറക്കം ആവശ്യം, ഉറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരോട് നമ്മൾ എഴുന്നേറ്റ് പഠിക്കുക, എഴുന്നേറ്റ് സ്കൂളിൽ പോകും, എഴുന്നേക്ക. We have to really push them.
Now God is speaking to the people, the children of God, the church, the world, the perishing, dying, fallen one. വീണ് കിടക്കുന്ന സഹോദര സഹോദരി, നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് പറയാനുള്ള ആദ്യത്തെ സന്ദേശം, നീ എഴുന്നേൽക്ക. Rise up. Hallelujah. യേശു ഒരിക്കൽ ബെത്സൈദ കൊളക്കരയിൽ വന്നു. 38 വർഷമായി തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവരവിടെ കിടക്കുകയാണ്. ആദ്യം വെള്ളത്തിൽ ചാടുന്നവന് ഒരു ദൂതൻ വരും, എല്ലാ വർഷവും വെള്ളം കലക്കും. The first one who jumps into the pool gets healed. Bethsaida waters in the temple of God. And this man is waiting for 38 years. I would have left after 25. He's so nice. Because how did he wait? Why did he wait? Because every year he saw miracle. And when Jesus said, why are you not healed? He had 100 explanation. Jesus said, do you want to be healed? He said, nobody is there to put me in the water. He had excuses. We all have excuses. നിനക്ക് സൗഖ്യം വേണോ? എന്നെ വെള്ളത്തിലിടാൻ ആരുമില്ല. എഴുന്നേക്കാൻ എൻ്റെ കൈ ഒന്ന് പിടിച്ച്, ഒന്ന് പൊക്കിക്ക്, ഒന്ന് കൈ ഒന്ന് അടുപ്പിച്ച്. സ്തോത്രമൊന്നും അങ്ങനെ വേഗം വരില്ല. I can't praise God. I don't know how to pray. I am not a preacher. I am not born with all these gifts. I don't know what to do. എങ്ങനെ ട്രാക്ട് കൊടുക്കുന്നത് എനിക്കറിയില്ല, പ്രസംഗിക്കുന്നത് എങ്ങനെ അറിയില്ല, പാട്ട് പാടുന്ന അറിയില്ല. എന്നെ ഒന്ന് എഴുന്നേപ്പിച്ചേ, എൻ്റെ കൈക്കൊന്ന് പിടിച്ചേ. Praise the Lord. Hallelujah. യേശുവിന്റെ കാലത്ത് ഇതിന് പ്രത്യേക ബൈബിൾ കോളേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വേഗ പ്രമാണം അതാണ്. കർത്താവ് എഴുന്നേക്കാൻ പറഞ്ഞാൽ, ബെത്സൈദാ കൊളക്കരയിൽ കിടക്കുന്നവനോട് എഴുന്നേക്കാൻ പറഞ്ഞാൽ അവനോട് എന്താ പറഞ്ഞ? എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കാന്ന് പറഞ്ഞല്ലേ. എഴുന്നേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേൽക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. Arise, എഴുന്നേൽക്ക. ഇന്ന് രാത്രി കർത്താവിന് നിന്നോടും പറയുവാനുള്ളത് അത് തന്നെയാണ്. Arise. We make lot of excuses. Lord, my joint is paining. My back is hurting. I cannot get up. I have tried many times. എഴുന്നേക്കാൻ ഒത്തിരി പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എഴുന്നേറ്റപ്പോഴൊക്കെ ഞാൻ വീണു. വീഴുന്നതിൽ ഒരിക്കലും കുറ്റം പറയുകയില്ല, പക്ഷെ വീഴുന്നിടത്ത് കിടക്കുന്നതിലാണ് കുറ്റം പറയുന്നത്. I never tell anybody that you are wrong or you have made a mistake and that is the end of you. No. If you have fallen, realize it and get up. നീ വീണെങ്കിൽ എഴുന്നേറ്റ് നടക്കുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. എഴുന്നേൽക്ക. രണ്ടാമത്തെ കാര്യം, എഴുന്നേൽക്ക. എന്തുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത്? Why should you get up? നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. പ്രകാശം വന്നൊരു വ്യക്തിക്ക് മാത്രമേ എഴുന്നേൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. Oh, glory to God. പലരും എഴുന്നേൽക്കാത്തതിന്റെ കാര്യം പ്രകാശം വന്നിട്ടില്ല. You have not received the light and that's why you are not getting up. Sometimes the light must be so powerful it can make you fall down. Saul was in the gate of Damascus and the big light came from heaven and he fell down. ശൗലിന്റെ അടുക്കൽ ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് വലിയൊരു പ്രകാശം അവന്റെ മേൽ വീണപ്പോൾ അവൻ താഴെ വീണു. പ്രകാശം സ്വർഗത്തിൽ നിന്ന് ആഞ്ഞടിക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം നീ താഴെ വീഴാം, അതുകൊണ്ടായിരിക്കും പോയി കിടക്കുന്നത്. പക്ഷെ വീണ ശേഷം ആ പ്രകാശം നിന്റെ മേൽ വന്നു എന്ന് നീ മനസ്സിലായി കഴിയുമ്പോൾ നീ എഴുന്നേറ്റേ മതിയാകിയുള്ളൂ. When you have realized that the light has come for you, നിന്റെ പ്രകാശം, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ആരുടെ പ്രകാശം? നിന്റെ പ്രകാശം. There is a special light for each one of us. The light God has given me is different from what He has given you. The mission God has given me is different from what He has given you. Hallelujah. എനിക്ക് തന്നിരിക്കുന്ന പ്രകാശമല്ല ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എനിക്ക് തന്നിരിക്കുന്ന ദർശനമല്ല ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എനിക്ക് തന്നിരിക്കുന്ന കഴിവല്ല ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എനിക്ക് തന്നിരിക്കുന്ന ജോലിയല്ല ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ഥലത്ത് കഴിവിൽ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. Whichever state, country, place you are placed, may God make you arise there. അവിടെ എഴുന്നേൽക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. How many of you realize that your light has come on you? You are in the darkness. നീ ഇരുണ്ട് കിടക്കുകയാണ്. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അടുത്ത വാക്യം, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. The glory of the Lord has risen upon thee. ഇതാണ്, this is what we need. What we need today is the glory of the Lord to be rising upon us. How many of you love to have the glory of God on you? Hallelujah. Hallelujah. When Jesus was praying in the Mount of Transfiguration, the glory of God came on him and his face started shining. His clothes started shining.
യേശു മറുരൂപ മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞു, വസ്ത്രം തിളങ്ങി, എല്ലാത്തിനും രൂപാന്തരമുണ്ടായി. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുഖം നിറയുന്നുണ്ടോ? Are we having that transformation when we pray? Even our clothes will start shining. Just pray nicely. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. Your face is going to transform. Hallelujah. Hallelujah. Instead we apply lot of Fair and Lovely for transforming our face. No, you just need to pray nicely. You don't need Fair and Lovely. Hallelujah. നീ ശരിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ മുഖം തേജസ് കൊണ്ട് നിറയാൻ പോകുകയാണ്. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ വന്നിരിക്കുന്നു, ഉദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എത്ര പേര് ഇന്ന് രാത്രി ഈ സമയത്ത് അത് വിശ്വസിക്കും? ദൈവത്തിന്റെ തേജസ് എന്റെ മേൽ വന്നിരിക്കുകയാണ്, എനിക്ക് ദൈവം പ്രകാശം തന്നിരിക്കുകയാണ്. Hallelujah. God has given me a light which is my special portion. എനിക്ക് ദൈവം തന്നിരിക്കുകയാണ്. See, the angel came to Mary and said, you will have a child. മറിയോട് പറഞ്ഞു, നിനക്ക് കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, നിനക്കൊരു കുഞ്ഞുണ്ടാകാൻ പോവാൻ. അപ്പൊ മറിയ ആകെ ഞെട്ടിപ്പോയി. പുരുഷനെ അറിയാത്ത ഞാൻ എങ്ങനെ കുഞ്ഞുണ്ടാകുന്നത്? ഇതെങ്ങനെ സംഭവിക്കും? Then the angel answered, ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആവസിക്കും. When the glory of God comes upon you, things will happen. Oh, hallelujah. മറിയയുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടായത് എപ്പോഴാണ്? ദൈവത്തിന്റെ തേജസ് അവളുടെ മേൽ ആവസിച്ചപ്പോഴാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവളുടെ മേൽ നിഴലിട്ടപ്പോൾ യേശു അവളുടെ ഉള്ളിൽ ഗർഭം ധരിച്ചു. The word became flesh in her womb. How does this word that you are hearing today take form in your life? When you allow the Spirit of God to work in you, when you allow the glory of God to rise on you. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ നിഴലിടുമ്പോൾ നിനക്ക് രൂപാന്തരം ഉണ്ടാകും. ഇതുവരെ നിഴലിട്ടിട്ടില്ലെങ്കിൽ just go and sit in the presence and say, Lord, I am not going to get up from here till I receive this glory. How many of you will be like that? Like Jacob, sitting and saying, Lord, give me this glory. I want to go into the world with the light of yours. നിന്റെ പ്രകാശം കൊണ്ട് എനിക്ക് പോകണം. ഞാൻ തകർന്നിരിക്കുകയാണ്. I am a broken man. I have lost everything. ഞാൻ എല്ലാം നഷ്ടപ്പെട്ടു. എനിക്കിനി ലോകത്തിൽ നേടാനൊന്നുമില്ല. എൻ്റെ ജീവിതത്തിലുള്ളതൊക്കെയും പോയി. ഞാൻ കംപ്ലീറ്റ്ലി ബ്രോക്കൺ. പക്ഷെ എനിക്കിനി ദൈവത്തെ നേടണം, എനിക്കിനി ദൈവ ശക്തി നേടണം, എനിക്ക് ജീവിതത്തിൽ അർത്ഥം വേണം, എനിക്ക് ജീവിതത്തിൽ പ്രത്യാശ വേണം. നിന്റെ തേജസ് എൻ്റെ മേൽ നിഴലിടണം എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേര് ദൈവസനത്തിൽ മുട്ടിപ്പായിരിക്കും? Spend time alone, quality time alone with Jesus. നിന്റെ ദൈവവുമായി നീ ഏകാന്തതയിൽ സമയം ചെലവഴിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. സങ്കീർത്തനം 102:13. Psalms 102 verse 13. 102:13. Psalms 102 verse 13. You will arise and have mercy on Zion, for the time to favor her, yes, the set time has come. Thou shalt arise and have mercy on Zion, because the time for the favor has come. Yes, the set time for favor of Zion has come. മലയാളത്തിൽ വായിച്ചേ. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. ദൈവമേ, നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. Why will you show mercy? സിയോൻ കരുണയ്ക്ക് യോഗ്യതയില്ല, പിറുപിറുക്കുന്നവരാണ്, ഒത്തിരി തെറ്റിപ്പോയവരാണ്, എത്ര പറഞ്ഞാലും കേൾക്കാത്തവരാണ്, വീണ്ടും വീണ്ടും തോന്നിവാസത്തിന് പോകുന്നവരാണ്, തെറ്റ് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഒരു കാരണവശാലും കരുണയ്ക്ക് യോഗ്യരല്ല. പക്ഷെ നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. എന്തുകൊണ്ടാണ്? Why will you show mercy to Zion? അവളോട് കരുണ കാണിക്കേണ്ട കാലം അതെ, ഇത് തന്നെയാണ് അവളോട് കരുണ കാണിക്കേണ്ട. അതിന് സമയം വന്നിരിക്കുന്നു. Today is the day when God wants to show favor to Zion. Hallelujah. സിയോനോട് കരുണ കാണിക്കുവാൻ, നിങ്ങളോട് ഓരോരുത്തരോടും കരുണ കാണിക്കുവാൻ ദൈവത്തിന്റെ സമയം ഇന്നാണ്. അത് എത്ര പേര് വിശ്വസിക്കും? ദൈവം എന്നോട് കരുണ കാണിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സമയം ഇന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എഴുന്നേൽക്കാം, നിന്റെ തേജസ് നിന്റെ മേൽ വന്നിരിക്കുന്നു, ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ വന്നിരിക്കുന്നു, നിന്റെ പ്രകാശം നിന്റെ മേൽ വന്നിരിക്കുന്നു. പ്രകാശമില്ലാത്തവനെ, ഇരുളിൽ വസിക്കുന്നവനെ, അന്ധകാരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നവനെ, നിന്റെ മേൽ ഇന്ന് പ്രകാശം ഊതുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നീ എന്തുകൊണ്ടാണ് കിടക്കുന്നത്? എന്തുകൊണ്ടാണ് നീ എഴുന്നേൽക്കാത്ത? യെരമ്യാ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം.
Many of us are very tired. We lose energy. We lose all the power that we need for many various things in this world. ലോകത്തിന്റെ പലതിനും വേണ്ടി നമ്മുടെ ശക്തിയെ നമ്മൾ നഷ്ടപ്പെടുത്തി ക്ഷീണിച്ച് കിടക്കുകയാണ്. Get ready. Go and tell them everything I command you to say. Yeah. Do not be afraid of them now. Yes. മലയാളത്തിൽ വായിച്ചോ. ആകയാൽ നീ അര കെട്ടി എഴുന്നേൽക്ക. യെരമ്യാവേ, നീ അര കെട്ടി എഴുന്നേൽക്കുക. Gird up your loins and rise up. ഇവിടെ ഒന്ന് മുറുക്ക് വേണം. ഹിപ്പ് ടൈറ്റ് ആകണം. I know those who practice neurology and neurosurgery, they know if they're weak in the hip, they cannot walk. They'll start waddling. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കുറെ കഴിയുമ്പോൾ താഴെ വീഴും. അതുകൊണ്ടാണ് നട്ടലിന് ആക്സിഡന്റ് ഉള്ളവർക്ക് നേരെ നടക്കാൻ വയ്യാത്തത്. Because all their nerves below the hip at this region is very weak. നീ അര കെട്ടുക. Praise the Lord. Hallelujah. അര കെട്ടുക. ദൈവത്തിന്റെ പൈതലിനോട് നിൽക്കാൻ പറഞ്ഞപ്പം ആയുധം ധരിച്ചോണ്ട് നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തലയ്ക്കെന്താ? ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ശിരസ്ത്രം. ബെൽറ്റ് എന്താ? ബെൽറ്റ് ഓഫ് ട്രൂത്ത്. ബെൽറ്റ് ഓഫ് ട്രൂത്ത്. അപ്പം അരയ്ക്ക് കെട്ടി എഴുന്നേക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? സത്യം എന്ന ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം നീ അരയ്ക്ക് കെട്ടണം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. This is the truth. The word of God is the truth. ഇന്ന് ലോകത്തിലുള്ള ഏക സത്യവാസ്തവമായ എന്തെങ്കിലും ഉണ്ടോ? അത് ദൈവത്തിന്റെ വചനമാണ്. ശാസ്ത്രം is not the full truth. സയൻസ് അല്ല പൂർണ്ണത. ഒരിക്കൽ പറഞ്ഞു 12 വയസ്സ് വരെ തലച്ചോറ് വളരുള്ളൂ. ഇപ്പൊ പറയുന്നു 70-ാമത്തെ വയസ്സിന് തലച്ചോറ് വളരുക. ഒരിക്കൽ പറഞ്ഞു ഭൂമി പരന്നതാണ്. ഇപ്പൊ പറയുന്നു ഉരുണ്ടതാണ്. ഒരിക്കൽ പറഞ്ഞു ആറ്റം ഒരിക്കലും പൊട്ടിക്കാൻ പറ്റില്ല. ഇപ്പൊ പറയുന്നു ആറ്റം പൊട്ടിച്ചു കഴിഞ്ഞാൽ എനർജി കിട്ടുമെന്ന്. ഒരിക്കൽ പറയുന്നു ഒരിക്കലും ഒരു സംഗതിയിൽ നിന്ന് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ പറയുന്നു ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ സെയിം സ്പീഷീസിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. Everything science said last year, few generation back, has been disproved now, which they believed as the biggest truth. അന്നത്തെ ഏറ്റവും വലിയ സത്യങ്ങൾ ഇന്നത്തെ കള്ളങ്ങളായി മാറിയിരിക്കുകയാണ് ശാസ്ത്രത്തിനകത്ത്. ശാസ്ത്രം മാറും, ഗവൺമെന്റ് മാറും, ഭരണഘടന മാറും. World will change, politicians will change, the government will change, the science will change. The only thing that will not change is the word of God. ഒരിക്കലും മാറപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടോ? അത് ദൈവത്തിന്റെ വചനമാണ്. അത് നിന്റെ അരയ്ക്ക് കെട്ടുക. Hallelujah. Gird up your loins and then you stand. അത് കെട്ടി നീ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നത്? ഹലോ, why do you have to rise up? ദൈവം കർത്താവ് പറഞ്ഞു നീ എഴുന്നേൽക്കാം. ചില കാര്യങ്ങൾ പറയാനാണ് എഴുന്നേൽക്കേണ്ടത്, അല്ലേ? ഹല്ലേലൂയ. നിന്റെ പ്രകാശം നിന്റെ മേൽ വന്നിരിക്കുന്നു, അതുകൊണ്ട് നീ എഴുന്നേൽക്കാം. ഒരിക്കലും വിളക്ക് കത്തിച്ച് ആരെങ്കിലും അറയ്ക്ക് പറയുടെ കീഴിൽ വെക്കുവോ? ഇല്ല, അത് തണ്ടിന്മേൽ വെക്കും. പ്രകാശം ഉണ്ടെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ കാണണമെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് എവിടെ വെച്ചിരിക്കുന്നത്? ബിഗ് മാസ്റ്റ്, അല്ലേ? The bigger the light, the heavier or the longer the mast is. They have to get a bigger place. ദൈവം നിനക്ക് കൂടുതൽ പ്രകാശം തന്നിട്ടുണ്ടോ? നിന്നെ കൂടുതൽ പൊക്കി വെക്കണം. അപ്പൊ ഒത്തിരി പേർക്ക് ആ പ്രകാശം കിട്ടും. കുറച്ച് പ്രകാശമേ ഉള്ളോ? അപ്പൊ വീട്ടിൽ മാത്രം പ്രകാശിക്കാം. ചില ലോക്കൽ ലൈറ്റ്സ് ആണ്, അവർക്ക് കുറച്ച് പ്രകാശം കിട്ടിയിട്ടുണ്ട്. പിള്ളേരുടെ മേലും ഫാമിലിയുടെ പുറത്തൊക്കെ ഉള്ള ഒരു പ്രകാശം. കുറച്ചുകൂടെ പ്രകാശം കിട്ടി കഴിയുമ്പോൾ the higher you go, the more brighter you are, the higher you will be placed. So arise, because the light is coming on you. The more light you receive from God, the more light God will give you. ദൈവം നിനക്ക് പ്രകാശം തരുന്നതനുസരിച്ച് നീ അത് പ്രാപിച്ചെടുത്തു കഴിഞ്ഞാൽ ദൈവം നിനക്ക് കൂടുതൽ പ്രകാശം തരും. Praise the Lord. Hallelujah. ദൈവം നിനക്ക് പ്രകാശം തരുമ്പോൾ നീ എഴുന്നേറ്റ് നിൽക്കണം. എഴുന്നേറ്റ് നിൽത്ത ശേഷം ദൈവം നിന്നോട് പറഞ്ഞത് അവരോട് പറയണം. Arise that you may speak to them. Hello, Jeremiah, prophet, you have a duty. You have to speak to them. Elijah had to speak to King Ahab. Ahabinte മുമ്പിൽ പോയി സംസാരിക്കുന്നതുണ്ടായിരുന്നു. Moses had a duty to arise and go and stand before King Pharaoh. ഫറോന്റെ മുമ്പിൽ പോയി നിന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. You have to stand in front of your friends, your relatives, your nation, your neighbors. Stand firm.
എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടോ? Can you stand? No, മുട്ടടിക്കില്ല. Not yet. Doctor, give me some more time. I'm just trying to stand. I'm just holding. I need some strength. I will stand. I know I will stand. ഞാൻ നിൽക്കും. ദൈവം പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാം. You have to speak. Who will speak to your friends? I can't speak to your friends. I can't speak to your relatives. I can't come to the place where you are. You have to speak. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിനക്ക് തന്നിരിക്കുന്ന വെളിച്ചം മറ്റുള്ളവരോട് പറയുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. Hallelujah. In your factory, may God enable you to give the message. Among your people whom you work with, you have to share the glory of God. Gird up your loins, arise and speak to them. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. Ephesians chapter 5 verse 14. Therefore saints, awake, you who sleep, arise from the dead, and Christ will give you light. Awake those who sleep, arise from the dead, and Christ will give you light. Hello. Hi. Very good. This is what I'm telling you. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. മലയാളത്തിൽ വായിച്ചേ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. എന്താ കാര്യം? എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എഴുന്നേൽക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. മരിച്ചവനെ ഉറങ്ങുന്നവനെ എഴുന്നേൽക്കാം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഇറങ്ങി വരിക, എഴുന്നേറ്റ് നിൽക്കുക. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. മരിക്കുന്നവരുടെ മേലെ കൂടെ കിടന്ന പ്രകാശമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും പ്രകാശം കിട്ടാത്തത്. You are still sleeping along with the dead ones. God has given you a light. God has given you a revelation. God has given you the opening to the truth. But you are still slumbering around. Hey, slumberjack, get up. എഴുന്നേൽക്ക. ഉറങ്ങുന്നവനെ എഴുന്നേൽക്ക. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. When will Christ start showing his light to you? It is when you get up. Hallelujah. I'm sure just try standing up. You will suddenly find all the heaven's light focusing on you, and you will be starting to shine forth, because God will put all the transmitters directed to the person who is standing up for gospel. സുവിശേഷത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവന്റെ മേൽ സ്വർഗത്തിന്റെ സകല പ്രകാശവും എത്തി വരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. Hallelujah. When you try to stand up from sleep, the presence of God will come into you. The light of Jesus Christ will fall on you. You don't have to try shining. പലരും ഷൈൻ ചെയ്യാൻ ട്രൈ ചെയ്യേണ്ട കാര്യമില്ല ഉണ്ടോ? In Christian life, you don't have to try shining. You don't have to show off. You don't have to be proud. Christ will shine on you. Hallelujah. ഒരു മന്ദബുദ്ധിയായ ഹൈഡ്രോകഫാലിക്കായ ജോർജ് ഗോവൂരിനെ തെരഞ്ഞെടുത്ത സ്വർഗം, ന്യൂറോ സർജൻ ആക്കുവാൻ, സൗഖ്യമാക്കുവാൻ തീരുമാനിച്ച സ്വർഗം, ഒരു ന്യൂറോ സർജൻ ആക്കുവാൻ തീരുമാനിച്ച സ്വർഗം ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളെയും തെരഞ്ഞെടുത്ത് ഒരു വലിയ വെളിച്ചമാക്കുവാൻ ഇന്ന് രാത്രി സ്വർഗം പ്രസാദിച്ചിരിക്കാൻ, ഈ സമയത്ത് ദൈവം പ്രസാദിച്ചിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ജീവിക്കുവാൻ വകയില്ലാഞ്ഞപ്പോൾ ദൈവം എനിക്ക് ആയുസ് തന്നു. പഠിക്കുവാൻ ബുദ്ധിയില്ലാഞ്ഞപ്പോൾ ദൈവം എനിക്ക് ബുദ്ധി തന്നു. ഒരു മന്ദബുദ്ധിയായി തലേ വെള്ളം കെട്ടിക്കിടക്കുന്ന മാറാ രോഗമുള്ള കുഞ്ഞായി ഞാൻ ജനിച്ചുവെങ്കിലും എന്റെ യേശു എന്നെ സൗഖ്യമാക്കി. ഇന്നും നിങ്ങളുടെ മുമ്പിൽ നിന്ന് സാക്ഷിക്കുവാൻ ദൈവം കൃപ തന്നു. നിങ്ങളെയും ദൈവം ഉയർത്തും. എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ മേൽ ക്രിസ്തുവിന്റെ പ്രകാശം തരും. ഉറങ്ങിക്കിടക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്ന, എഴുന്നേൽക്കാം. ആരോടാ എഴുന്നേൽക്കാൻ പറയുന്ന? ഉറങ്ങുന്നവനോടാണ്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് in Genesis chapter 18 verse 17, God is speaking to Abraham and saying, arise. Chapter 13 verse 17. Then the Lord said, shall I hide from Abraham what I am about to do? God is saying, shall I hide from Abraham what I'm about to do? Yes. Abraham will become a great and powerful nation. God is speaking to whom? Yes. നീ നെടുകയും കുറുകയും ദേശത്ത് സഞ്ചരിക്കുക, അത് ഞാൻ നിനക്ക് തരും. ആരോടാ സംസാരിക്കുന്ന ദൈവം? യെസ്. നീ വീട്ടിൽ കിടന്നുറങ്ങിയാൽ കിട്ടുമോ ദേശം മുഴുവൻ? Praise the Lord. If you are lying in your house and sleeping, God said, sleep in the room and I will give you the nations.
Everybody wants to get nations. It's a good idea. ലോകത്തെ മുഴുവൻ നേടാൻ വലിയ ആഗ്രഹമുണ്ട്. എനിക്ക് ലോകത്തെ മുഴുവൻ സുവിശേഷം പറയണം. I want to share God's love. You know, I am full of God's love. God has saved me. God has blessed me. But I am sleeping 24/7. God cannot give you the nation. He told Abraham, arise, walk. നീ നടക്ക്. Walk. You walk to the length and breadth. നീ എത്രയും നടക്കുന്നോ, നീ കാല് ചവിട്ടുന്നതൊക്കെയും ദൈവം നിനക്ക് തരും. അപ്പൊ നീ ഒറീസയിൽ കാല് ചവിട്ടിയില്ലേ, ഒറീസ കിട്ടുമോ? വെസ്റ്റ് ബംഗാളിൽ കാല് ചവിട്ടിയില്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ കിട്ടുമോ? ഇല്ല. നീ കാല് ചവിട്ടുന്നതൊക്കെയും നിനക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എവിടൊക്കെ പോയി കാല് ചവിട്ടാമോ അവിടൊക്കെ പോയി യേശുവിന്റെ നാമത്തിൽ കാല് ചവിട്ടുക. When you walk in the length and breadth of this world, God is going to give you every gully that you are going to walk. നീ പോകുന്ന ഓരോ സ്ഥലവും നിനക്ക് തരാൻ പോവാണ്. പ്രാർത്ഥിച്ചോണ്ട് അങ്ങ് പോയാൽ മതി. പ്രൈസ് ദി ലോർഡ്. പോകാതിരുന്നാൻ പറ്റില്ല. നീ എഴുന്നേക്കണം. You arise. നീ get up. Start going. Start walking. ഒന്നും അറിയാൻ വയ്യെങ്കിൽ ഈ റൗണ്ടിലൊന്ന് കറങ്ങി പ്രാർത്ഥിച്ചോണ്ട് നടന്നാലും മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലതൊക്കെ സംഭവിക്കും. പ്രാർത്ഥിച്ചാൽ സംഭവിക്കും. തീർച്ചയായും സംഭവിക്കും. If you start praying, things will happen in your family, things will happen in your city, things will happen in your personal life. If you pray in your institution, miracles will happen in your institution. നീ നിന്റെ സ്ഥാപനത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്ഥാപനത്തിൽ അത്ഭുതം നടക്കും. സ്തോത്രത്തോടെ നിന്റെ വീടിന്റെ മധ്യേ നടന്നു കഴിഞ്ഞാൽ വീട്ടിൽ അത്ഭുതം നടക്കും. സ്തുതിച്ചുകൊണ്ട് നാട്ടിൽ നടന്നു കഴിഞ്ഞാൽ ആ നാടിനെ മുഴുവൻ നേടുവാൻ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. അബ്രഹാമിന് കൊടുത്തൊരു പ്രമാണമാണ് you walk. Praising God you walk. Walk in Goa, you will get it for you. Walk in Bagalkot, God will give it to you. Walk in Tamil Nadu, God will give you Trichy fully. Wherever you are, God is going to give it to you. Hallelujah. Who wants Trichyur? Walk in Trichyur. Hallelujah. Trichyuril nee നടന്നു കഴിഞ്ഞാൽ ദൈവം നിനക്ക് തൃശ്ശൂരിനെ തരാൻ പോവുകയാണ്. Hallelujah. Genesis chapter 21 verse 18. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 18-ാം വാക്യം. ഇവിടെ ഒരു വ്യക്തി മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവളുടെ കുഞ്ഞിനെയും കളഞ്ഞേച്ച് കാത്തിരിക്കുകയാണ്. She is waiting to die, waiting to see the lad die. And God is speaking to her. എന്താണ്? Go and pick him up and comfort him. I will make a great nation out of his descendants. Yes. What I didn't hear anything you said. Yes. Go and pick him up. Get up and pick up the lad. And comfort him. And comfort him. I will make a great nation. I will make a great nation out of him. His descendants. മലയാളത്തിൽ വായിച്ചേ. കേട്ടിരിക്കുന്നു. നീ ചെന്ന് എഴുന്നേറ്റ് താങ്ങി ബാലനെ എഴുന്നേക്ക. ആദ്യം നീ എഴുന്നേക്കണം, പിന്നെ ആരെ എഴുന്നേക്കണം? നിന്റെ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കണം. നീ തളർന്നു കഴിഞ്ഞാൽ ആദ്യം തളരുന്ന ആരാ? കുഞ്ഞുങ്ങളാ തളരുന്നത്. സ്തോത്രം പറയാത്തതിന്റെ അപ്പന്റെ മക്കളെ സ്തോത്രം പറയോ? Praise the Lord. The language that your children will speak will be the language of the house. I remember when my son came back from Laidlaw, Katie, and 10th standard, the girls were at home. And 2 years, +2, he was at home. And he said, Papa, I am a different human being. There is a different culture in me. The culture at home is different. The language at home is different. I was in hostel. I am polluted. I am contaminated. I speak wrong things. Here you speak differently. Big revelation for my son. Hallelujah. See, when you are weak and tired, your children will be weak and tired. If you speak filth, they speak filth. If you have the vision of glory and the heaven and the kingdom of God and eternity, they will have. I asked when he was in +2 and studying, we were having food. I asked him, son, do you know what is the Holy Spirit? പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഉടനെ അവൻ ഉത്തരം തന്നു. Ready condition. He gives quick answers. You know what he said? Papa, something which you have and I don't have. പപ്പായ്ക്കുള്ളത് എനിക്കില്ലാത്തത്. Very fast. They pick up very fast. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ എന്താണെന്ന് മകന് മനസ്സിലായിട്ടുണ്ട്. തളർന്നു കിടക്കുകയാണ്, ബോധമില്ലാതെ കിടക്കുകയാണ്, മരിക്കാൻ കാത്തിരിക്കുകയാണ്. അമ്മ മരിക്കാൻ കാത്തിരിക്കുന്നു, മകൻ ചാകാനായിട്ട് ഇട്ടിരിക്കുന്നു. ദൈവം പറയാണ്, സഹോദരി നീ എഴുന്നേറ്റാ മാത്രമല്ല, തളർന്നു കിടക്കുന്ന നിന്റെ സഹോദരനെ എഴുന്നേൽപ്പിക്കുക, നിന്റെ സഹോദരിയെ എഴുന്നേൽപ്പിക്കുക, നിന്റെ കുഞ്ഞിനെ എടുക്കുക. ലിഫ്റ്റ് അപ്പ് യുവർ ചൈൽഡ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മാതാപിതാക്കളാണ്.
ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രാർത്ഥന അമ്മയുടെയാണ്. തിമത്യോസിനോട് ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ വല്യമ്മയിലും അമ്മയിലുമുള്ള വിശ്വാസം നിന്നിൽ ഞാൻ തന്നിരിക്കുന്നു. അമ്മമാരിൽ നിന്നാണ് വിശ്വാസം സ്പ്രെഡ് ചെയ്യുന്നത് ഫാസ്റ്റായിട്ട്. Hallelujah. All the mothers, be careful because it is contagious from you. You are able to impart the faith to your children. Moses was lucky because his mother could breastfeed him and impart the faith of God in him. Hallelujah. I'm going to make him a great nation. Arise and take up that child. നീ ഇനി നേരെ ആകില്ല എന്ന് വിചാരിക്കുന്ന നിന്റെ കുഞ്ഞിനെ പൊക്കിയെടുക്കുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. അവന്റെ കൂടെ നിൽക്കുവാൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവനെ ഉയർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. Genesis chapter 35 verse 3. There is a different message here. God wants to talk to some others in a different manner. ഇവിടെ വ്യത്യസ്തമായ ഒരു സന്ദേശമാണ് ദൈവം ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ യാക്കോബിനോട് പറയുകയാണ്. എന്താ ദൈവം യാക്കോബിനോട് പറയുന്നത്? Arise and go to Bethel. യാക്കോബേ, നീ ഇവിടം വിടുക. Leave the place you are staying. നീ നിൽക്കുന്ന സ്ഥലം വിടുക. Arise and go to Bethel. നീ എഴുന്നേറ്റ് ബേഥേലിൽ പോകുക. God has a message for you today. Arise and go to Bethel. നീ എഴുന്നേറ്റ് ബേഥേലിലേക്ക് പോകാം. മലയാളത്തിൽ എന്താ? നീ പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകാം. നിനക്ക് ആദ്യം വെളിപാടുണ്ടായ സ്ഥലം എവിടെയാണ്? ബേഥേലിലാണ്. ചേട്ടായിയെ പേടിച്ച് കാട്ടിക്കൂടെ ഓടിപ്പോയപ്പോൾ സ്വപ്നം കണ്ട് ദൈവവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് യാക്കോബിന് ബേഥേൽ. What is the meaning of Bethel? House of God. ദൈവത്തിന്റെ ഭവനം. നീ ഇപ്പൊ ഇരിക്കുന്നത് എവിടാണെന്നറിയാമോ? കൂട്ടുകാരുടെ ഭവനത്തിലാണ്. നീ ഇപ്പൊ ഇരിക്കുന്ന എവിടാണ്? നിരീശ്വരവാദികളുടെ കൂടെയാണ്. നീ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എവിടെയാണ്? ഇരിക്കണ്ടാത്തവരുടെ കൂടെ ഇരിക്കുകയാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ഇത് 3 കാര്യവും ചെയ്യുവാൻ ദൈവമക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദുഷ്ടന്റെ ആലോചന പ്രകാരം നീ നടക്കരുത്. പാപികളുടെ വഴിയിൽ നീ നിൽക്കരുത്. Don't stay in the presence of sinners because you will sin. നീയും പാപം ചെയ്യും. സിഗരറ്റ് വലിക്കുന്നവന്റെ കൂടെ നിന്നാൽ സിഗരറ്റ് വലിക്കും. എന്നോട് ഒരാൾ ചോദിച്ചു, സിഗരറ്റ് വലിക്കുന്ന പാപമാണോ? വലിയ ചോദ്യം. സിഗരറ്റ് വലിച്ചാൽ സ്വർഗത്തിൽ പോകുമോ? കള്ളു കുടിച്ചാൽ സ്വർഗത്തിൽ പോകുമോ? വലിയ ചോദ്യം. ഞാൻ സിഗരറ്റ് വലിക്കുന്നവരോട് ചോദിച്ചു, നീ സിഗരറ്റ് വലിക്കുന്നോണ്ടിരിക്കുമ്പോഴാണ് കാഹളം ധരിക്കുന്നത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ ഇറങ്ങി വരുന്ന സമയമാണ്. നീ സിഗരറ്റ് എന്ത് ചെയ്യും? സിഗരറ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അവിടെ ചെല്ലും. പെട്ടെന്ന് ലാൻഡ് ചെയ്തു. അവിടെ ആശ്രയില്ല. ആകെ ബുദ്ധിമുട്ടിലാവും. ഇവിടെ തന്നെ ഇട്ടോ, അതാ നിനക്ക് നല്ലത്. പ്രൈസ് ദി ലോർഡ്. I was just very happily telling him, you have no place in heaven to put ash. On top of it, you are destroying the temple of God. ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന നിന്റെ ശരീരത്തെ നീ നശിപ്പിക്കുകയാണ്. അങ്ങനെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് ദൈവത്തിന്റെ ആലയമാണ്. ഇതിനെ നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു കാരണവശാലും never try to destroy your body with any kind of poison. Take care of your body because that is the temple of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ ആലയം. മാനുഷിക നിർമ്മിതമായ ദേവാലയങ്ങളിൽ ഞാൻ വസിക്കുന്നില്ല. God does not remain in the temple built by hands. ദൈവത്തിന് മനുഷ്യരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ദേവാലയങ്ങൾ വസിക്കുന്നില്ല. ദൈവം വസിക്കുന്ന എവിടെയാണ്? മനുഷ്യരുടെ ഹൃദയത്തിലാണ്. These are the temple. We are the temple of God. Hallelujah. We are the temple of God. ദൈവം വസിക്കുന്ന ദേവാലയങ്ങളാണ്. അതിൽ ദൈവം നമ്മളിലാണ് വസിക്കുന്നത്. So arise and go back to Bethel. ദൈവത്തിന്റെ ഭവനത്തിലേക്ക് നീ മടങ്ങി വരിക. ഇന്ന് ചില വ്യക്തികളോട് ദൈവത്തിന് പറയാനുള്ളത്, get up and come back to Bethel. Go back to where you had the vision. Go back to the state you were earlier. ദൈവവുമായി അടുത്ത ബന്ധം, ദൂതന്മാർ ഇറങ്ങുന്നതും കയറുന്നതും കാണുന്ന അനുഭവം, ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞ അനുഭവം, ആ അനുഭവത്തിലേക്ക് കടക്കുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. Bethel is a place where God wants you to be forever. എപ്പോഴും വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലം അതാണ്. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. എത്ര പേർക്ക് പറയാൻ സാധിക്കും? സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. എന്റെ പ്രാണൻ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു.
I really want to be in the presence of God. I desire to be with you, Master. More than anything in this world, what I desire is to be with you. You need to get back to Bethel. Jacob, rise up and go back to Bethel. നീ ഇരിക്കുന്ന അവസ്ഥയിൽ നീ എഴുന്നേൽക്കാം, ബഥേലിലേക്ക് പോകാം, ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. We will go forward. God is speaking to Elijah. 1 Kings chapter 17 verse 9. 1 രാജാക്കന്മാർ 17:9. ഇവിടെ ഏലിയാവിനോട് പറയാം. ഏലിയാവ് കെരീത് തോട്ടിൽ വെള്ളം കുടിച്ചിരിക്കുകയായിരുന്നു. Elijah was drinking water from the ravine of Kerith and the water finished. വെള്ളം തീർന്നു. അപ്പൊ എലീജ വിചാരിച്ചു എല്ലാ പരിപാടിയും കഴിഞ്ഞു. God's plan and purpose is over. God gave me water and God gave me ravens to have food. Now ravens stop coming, water finish. കാക്കയുടെ വരവും നിന്നു, വെള്ളം കെരീത് തോട്ടിലെ വെള്ളവും കഴിഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ പ്ലാൻ കഴിഞ്ഞോ? ഇല്ല. കാക്കയുടെ വരവ് കഴിഞ്ഞാലും കെരീത് തോട്ടിലെ വെള്ളം തീർന്നാലും ദൈവത്തിന് നിന്നോടുള്ള പദ്ധതി തീർന്നിട്ടില്ല. ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം തീർന്നിട്ടില്ല. ദൈവത്തിന് നിന്നോടുള്ള കരുണ തീർന്നിട്ടില്ല. ദൈവം എഴുന്നേറ്റ് നിന്റെ മേൽ കരുണ തരുമ്പോൾ അടുത്ത വചനം നിനക്ക് വേണ്ടിയുണ്ട്. എന്താണ് ഏലിയാവിനുള്ള വചനം? എന്താണ്? ഏലിയാവേ, നീ എഴുന്നേറ്റ് സാറാഫാത്തിലേക്ക് പോകാം, അവിടെ പാർക്കാം. അവിടെ നിന്നെ പാലിക്കേണ്ടതിന്, നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ള ഏറ്റവും വലിയ ബിസിനസ്സുകാരനോട് കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഐ ഹാവ് കമാൻഡഡ് ദ ജുവലർ അലുക്ക, ചെമ്പണ്ണൂർ. I have appointed the most famous doctor to look after you. No. The chief minister will take care of you. You are my servant, so the chief minister will take care of you. I have told the collector, he will arrange everything for you. No, he did not say. What did he say? I have appointed a widow to look after you. How can a widow look after? God wanted Elijah to be disciplined under a widow. The servant of God had to have some discipline under a widow. He had to move from his lonely life of Kerith, ravine, drinking from the water brook and having from the bird, to another kind of life. പ്രവാചകൻ അടുത്തൊരു പഠനം, ഒരു ക്ലാസ്. You know what is the meaning of Zarephath? Zarephath means crucible. Zarephath means crucible. ഒരു മരുന്നിനെ സിസ്റ്റർ എങ്ങനെ പൊടിക്കുന്നോ, ക്രൂസിബിളിനകത്തിട്ട് ഇങ്ങനെ പൊടിക്കുന്നോ, അതുപോലെ ദൈവപൈതന്റെ അടുത്ത വിളിയാണ്, എഴുന്നേറ്റ് നീ പോകാം സറാഫാത്തിലേക്ക്. അവിടെ വിധവയുടെ കൂടെ കുറെ കാര്യങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോവാ. നമുക്ക് സറാഫാത്ത് വലിയ ഇഷ്ടമില്ല അല്ലേ? Praise the Lord. We like everything else, but we don't like much crucible. When God tries to break you, crush you, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേ ഇരിക്കും, ചത്താലോ വളരെ ഫലം കായ്ക്കും. Unless and until the grain of wheat falls on the ground and dies, it cannot bear fruit. You have to die before you bear fruit. God has to break you. Here when Elijah comes, he meets the widow and he understands that is the God-ordained widow. He looks at her and says, yes, I have come, prophet has come, give me something. And the widow says, what a reply. I have only little oil and some flour and we are waiting to eat and die. ചാകാൻ കിടക്കുന്ന ഒരു വിധവയുടെ അടുക്കലാണ് പുലർത്താനായിട്ട് ദൈവം വിട്ടത്. കുറച്ച് എണ്ണയും ഒരു തുരുത്തി എണ്ണയും മാവും കുറച്ച് എണ്ണയുമായിട്ട് മകന് കൊടുത്തേച്ച് അടിച്ചേച്ച് ചാകാനായിട്ട് ഫിനിഷ് ഓഫ് ചെയ്യാനിരിക്കുന്ന വിധവയുടെ അടുക്കലാണ് കൽപ്പിച്ചു വെച്ചിരിക്കുന്ന വിധവയെന്നും പറഞ്ഞ് ദൈവം വിട്ടിരിക്കുന്നത്. ഇന്നത്തെ ദൈവമക്കൾക്ക് ഇതൊന്നും ദഹിക്കില്ല. പ്രൈസ് ദി ലോർഡ്. വിടുകയാണെങ്കിൽ നല്ലവർ ആരുടെങ്കിലും വിടുക. ഞാനൊരു മാന്യനായ മനുഷ്യനാണ്, വിധവയുടെ കൂടെ ഒന്നും പോയി താമസിക്കുകയില്ല. അത് മാത്രമല്ല, ചാകാൻ കിടക്കുന്നവരോട് പോയി താമസിച്ചിട്ട് എനിക്കെന്താ ഗുണം? പക്ഷെ ദൈവദാസനെ വിടുന്ന ആ ഭവനത്തെ അനുഗ്രഹിക്കും, വിധവയെ അനുഗ്രഹിക്കും. വിധവയോട് എന്താ പറഞ്ഞെന്നറിയാമോ? നീ പോയി എനിക്ക് അപ്പം ഉണ്ടാക്കി കൊണ്ടുവരിക. പ്രവാചകൻ അപ്പം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എണ്ണ വറ്റുകയില്ല. ഒരു വലിയ പ്രമാണമാണ്.
Very big principles in the kingdom of God. If you know how to make bread for a prophet of God, your bread will never finish. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എണ്ണ കുറയണ്ട, മാവ് കുറയണ്ട എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാമോ? പ്രവാചകൻ ഉണ്ടാക്കി കൊടുത്താൽ മതി. Give plenty of food for the man of God and you will never go hungry. Hallelujah. Hallelujah. I am not asking for myself. I am telling you, God has given me plenty. എനിക്ക് ദൈവം ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. My wife is sitting and laughing. But I am telling you, there are many men of God who are really struggling without even one time meal. In this world, there are many servants of God which one dying, perishing. Give them. You will improve in your life. Bring the tithes and offering to the church. God will bless you. ദൈവം നിനക്ക് തന്നതിൽ 10-1 ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരിക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. Hallelujah. Somebody was asking me, ഡോക്ടറെ, ഇഫ് ഐ ഹാവ് ഫീവർ, എനിക്ക് പനിയുണ്ടെങ്കിൽ ഡോക്ടറെ വിളിക്കണോ അതോ ഞങ്ങളുടെ വീടിന് അടുത്ത് താമസിക്കുന്ന പാസ്റ്ററെ വിളിക്കണോ? ഇത് വലിയ സംശയം. Somebody had a big problem. If I have fever, should I call you doctor or the pastor who is staying nearby? Every Sunday they come to hear message here and receive blessing from here, but when they are sick, because doctor is very busy, they don't want to disturb the doctor, but they want to call somebody who is free next to that person. Very big missing. If God has brought you in a church, God has given the anointing to the shepherd or the man pastoring you. It is not because I am different. It is not because I am special. It is because God has brought you in the congregation. ഇവിടെ വെച്ച് നടക്കുന്ന അത്ഭുതവും അടയാളവും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പ്രതിവിധി ദൈവം കൂട്ടായ്മയിൽ തന്നെയാണ് തരുന്നത്. Hallelujah. So never run around here and there looking for help. Come here. God will heal you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. വിടുതൽ വേണോ? ഇവിടെ വന്നാൽ മതി. ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ വളർത്തുന്ന കോഴി അയൽവാസിയുടെ വീട്ടിൽ പോയി മുട്ടയിട്ടാൽ എങ്ങനെ ഇരിക്കും? Praise the Lord. Hallelujah. I'm not telling that don't share your merits with other people. But if you are growing in a church, make sure that you contribute to that church. Whichever church you belong, make sure you contribute to that church. By singing, by praying, by fasting, by financially contributing, by being there all the Sundays, by helping the pastor. എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നിങ്ങളെ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തരായി നിൽക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുമാറാകട്ടെ. Hallelujah. 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 That is not my today's message, so let me get back to the thing. Arise and go to Sarafat. ദൈവം ഏലിയാവിനെ സാറാഫാത്തിൽ വിട്ടു കഴിഞ്ഞാൽ സാറാഫാത്തിലെ വിധവയുടെ അടുക്ക പോയേ പറ്റുകയുള്ളൂ. വെളിച്ചെണ്ണ ഇല്ലാത്ത വീട്ടിലായിരിക്കും ദൈവം വിട്ടിരിക്കുന്നത്, പക്ഷെ ദൈവം അവിടെ നിന്നെ വിട്ടിരിക്കുന്നത്. എണ്ണയും തുരുത്തിയിൽ മാവും ഇല്ലാത്തടത്താണ് ദൈവം വിട്ടിരിക്കുന്നെങ്കിൽ അവിടെ ഇരുന്നോളൂ. അങ്ങേപ്പുറത്ത് ചിലപ്പോൾ എണ്ണ കാണും, അങ്ങേപ്പുറത്തെ വീട്ടില് ചിലപ്പോൾ മാവും കാണുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവരുടെ എണ്ണയും മാവും നോക്കിയിരിക്കാൻ ദൈവം നിന്നോട് പറഞ്ഞിട്ടില്ല. ദൈവം വിട്ടിരിക്കുന്ന വീട്ടിൽ പോയാൽ മതി. പ്രൈസ് ദി ലോർഡ്. Hallelujah. If God has sent you to Sarafat, be in Sarafat under the widow. Be humble enough to be domesticated by a widow. God wants some of us to be domesticated by a widow. സേനകളുടെ കീഴിൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ എപ്പോഴാണ് ശരിക്കും പഠിക്കുന്നതെന്ന് അറിയാമോ? ആദ്യം അവൻ കല്യാണം കഴിക്കുമ്പോഴാണ്. ആദ്യം കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കും. ആദ്യമായിട്ടല്ല, അവൻ എപ്പോഴും കല്യാണം കഴിക്കും. പിന്നെ അവൻ എപ്പോഴാണ് പഠിക്കുന്നതെന്ന് അറിയാമോ? അവന് മക്കൾ വരുമ്പോഴാണ്. പിന്നെ അടുത്ത ലെസൺ എപ്പോഴാണ് പഠിക്കുന്നത് അറിയാമോ? അവന് മരുമക്കൾ വരുമ്പോഴാണ്. ഏറ്റവും നല്ല ലെസൺ എങ്ങനെയാണെന്ന് അറിയാമോ? അവന്റെ മുഖത്ത് നോക്കി തിരിച്ചു പറയാൻ കഴിയുന്ന ചില കൊച്ചുമക്കൾ വരുമ്പോഴാണ്. പേടിയില്ലാത്ത, അപ്പൻ വളർത്താത്ത, വേറെ അപ്പനാൽ വളർത്തിയ, സ്നേഹം ഏറ്റവും കൊടുക്കുന്ന കൊച്ചുമകൻ മുഖത്ത് നോക്കി രണ്ട് പറയുമ്പോൾ വല്യപ്പനുണ്ടാകുന്ന സന്തോഷം എന്ന് ഓർന്നു നോക്കി. ദൈവം നിന്നെ പല കാര്യങ്ങൾ പഠിപ്പിക്കും. In the Sarafat crucible, you have lots to learn in life because you are being turned into a great man of God. ദൈവ പുരുഷനായി ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തുമ്പോൾ നിനക്ക് ചില പദ്ധതികൾ കൂടെ കടന്നേ പറ്റുകയുള്ളൂ. You have to go through special lessons before you become perfect in the kingdom of God. And God has a plan for you, brother. God has a plan for you, sister. And God will mold you. ദൈവം നിന്നെ മെനഞ്ഞെടുക്കും. Hallelujah. We will go forward and let me go to the next point. God is speaking to Elijah again. 1 Kings chapter 19 verse 5 and 7.
ഏലിയാവിന്റെ ദൈവം സംസാരിച്ച വേറൊരു വാക്യമാണ്. 1 രാജാക്കന്മാർ 19:5-7, 21:7. ഇത് രണ്ടും ഒരേ വാക്യം തന്നെയാണ്. He lay down under the tree Yeah. and fell asleep. ചൂരച്ചെടിയുടെ അടിയിൽ ഉറങ്ങി മരിക്കാനെന്ന് ആഗ്രഹിച്ച് കിടക്കുന്ന ഏലിയാവിനോട് Suddenly an angel ഒരു ദൂതൻ വെളിപ്പെട്ടു. ചൂരച്ചെടിയുടെ അടിയിൽ മരിക്കാൻ കിടക്കുന്ന ഏലിയാവിന് ഒരു ദൂതൻ വെളിപ്പെട്ടു. What did the angel say? wake up and eat. Arise, take up and eat. He looked around and saw a loaf of bread അവിടെ കടലിന്മേൽ വെച്ച ചുട്ടാട, ലോഫ് ഓഫ് ബ്രെഡ്, and a jar of water near the edge. മലയാളത്തിൽ വായിച്ചോ. അങ്ങനെ അവൻ ചൂരച്ചെടിയിലെ തണലിൽ ചൂരച്ചെടിയുടെ തെണിയിൽ മരിക്കാൻ വേണ്ടി കാത്ത് ഉറങ്ങിക്കിടക്കുന്ന ഏലിയാവിനോട് ദൂതൻ എന്ത് പറഞ്ഞു? ഒരു ദൂതൻ അവനെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. നിനക്ക് വളരെ ഓടാനുണ്ട് ഏലിയാവേ. ഇന്നത്തെ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാനല്ല ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ ജീവിതം ഇനിയും മുമ്പോട്ട് ഒത്തിരി പോകാനുണ്ട്. ചില അത്ഭുതങ്ങൾ ചെയ്യുവാനുണ്ട്. ചിലരോട് സുവിശേഷം പറയുവാനുണ്ട്. ചില കുടുംബത്തിന് നന്മ ചെയ്യുവാനുണ്ട്. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ കിടന്ന് മരിക്കുവാനുള്ളതല്ല. Praise the Lord. ചൂരച്ചെടിയുടെ അടി മരിക്കാൻ കിടന്ന ഏലിയാവിന് അന്നത്തെ അവസാനത്തെ ദിവസമായിരുന്നു. He wanted to die. ഏലിയാവിന് അറിയാമോ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. Elijah was being planned to be taken to heaven without death. മരണം ടേസ്റ്റ് ചെയ്യാതെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്ന പ്രവാചകനാണ് മരിക്കാൻ കിടക്കുന്നത്. ഇങ്ങനെ കുറെ ആൾക്കാർ ഇവിടെയുണ്ട്. God has special plans for you, but you never realize it. You are so bothered. നിന്റെ ചെറിയ ചെറിയ പ്രശ്നം, ചെറിയ കടബാധ്യസ്ഥകൾ, ചുറ്റുമുട്ടുമുള്ള ചില കളിയാക്കുകൾ, ആരെങ്കിലും നിന്നെ ഒന്ന് പേടിപ്പിച്ചാൽ അതോടെ കഴിഞ്ഞു, നിന്റെ കാറ്റുപോയി. ആഹാബ് എന്തോ പറഞ്ഞ്, ആഹാബിന്റെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞു, വീട്ടുകാരെന്തോ പറഞ്ഞു, നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞു, അപ്പോഴേ ഫിനിഷ്. ഏലിയാവ് ചത്താൽ മതി എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ദൈവദാസന് ദൈവം എന്ത് ചെയ്തെന്ന് അറിയാമോ? ദൂതനെ വിട്ട് ചുട്ടട കൊടുത്തു. നല്ല അട. ദൂതന് കുക്കിംഗ് അറിയാം. അപ്പൊ സ്വർഗത്തിൽ ഫുഡ് ഉണ്ടെന്നുള്ളത് പക്കാണ്. എന്നാൽ ആരോട് എന്നോട് ചോദിച്ചു, സ്വർഗത്തിൽ ചെല്ലുമ്പോ പട്ടിണിയാണോ? എന്തെല്ലാം കാര്യം മനുഷ്യർക്കറിയാം. വേറെ ആൾ എന്നൊക്കെ ചോദിച്ചു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പെണ്ണുങ്ങളാണോ ആണുങ്ങളാണോ കുക്ക് ചെയ്യുന്നത്? മലയാളികൾക്കുള്ള സംഭവങ്ങളാണ്. അമേരിക്കയിൽ അത് പ്രശ്നമില്ല, അവിടെ എല്ലാവരും കുക്ക് ചെയ്യും. ക്രൈസ്തവമാണ്. ഒരാൾ ചോദിച്ചു, അപ്പൊ ഒരു മലയാളി അമ്മച്ചി പറഞ്ഞു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്താണെങ്കിലും എന്റെ കഷ്ടപ്പാട് മാറും, ബിക്കോസ് അവിടെ എല്ലാവരും കുക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടത്. ദൂതന്മാര് കുക്ക് ചെയ്യുന്നു. ഏഞ്ചൽ മെയ്ഡ് ബ്രെഡ് ഫോർ എലൈജ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യർ തിന്നുന്ന ഭക്ഷണമല്ല ദൂതന്മാര് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ന സ്വർഗത്തിന്റെ ഭക്ഷണമാണ്. ഇസ്രായേൽ ജനത്തിന് ദൈവം സ്വർഗത്തിൽ നിന്ന് മന്നയെ കൊടുത്തു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ മന്ന ഉണ്ടായിരുന്നു. There was bread in heaven and heavenly manna is special and that is മല്ലന്മാരുടെ ഭക്ഷണമാണ്. Angels food. ഒരു മന്ന അടിച്ചാൽ അറിയാം അതിന്റെ കപ്പാസിറ്റി എന്താണ്. ഹല്ലേലൂയ. ഇന്നത്തെ മന്ന എന്താണെന്നറിയാമോ? സ്തോത്രം എന്ന് പറയുന്ന ഒരു മന്നയാണ്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തോണ്ട് അത് അടിക്കാത്ത. ഒരു സ്തോത്രം പറഞ്ഞാൽ അറിയാം അതിന്റെ ശക്തി എന്താണ്. ഹല്ലേലൂയ. സ്തോത്രം എന്ന് പറയുന്ന വലിയൊരു മന്നയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശക്തി കെട്ടാനായിട്ട് ABCDEU എന്ന് പറഞ്ഞ് വൈറ്റമിൻ അടിച്ചോണ്ടിരിക്കുകയാണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, കാൽസ്യം, അയൺ, കോളിൻ, മറ്റേത് മറിച്ചത്, ക്രോമിയം, ഓൾ മെഡിസിൻസ്. കഴിച്ചോ കഴിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബുദ്ധി കിട്ടാൻ വേറെ മെഡിസിൻസ്, ബ്രഹ്മി എല്ലാം കഴിച്ചോ. പക്ഷെ ഇതിനെക്കാട്ടിലും ഒക്കെ നല്ലത് എന്താണെന്ന് അറിയാമോ? 2 സ്തോത്രം പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതന്മാരുടെ ഭക്ഷണമാണ് മന്ന. അത് കഴിക്കുന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തെ ദൈവമക്കൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്താ വലിയ സന്തോഷം എന്നറിയാമോ? സ്തോത്രം അടുപ്പിച്ച് പറഞ്ഞാൽ മതി. ഇന്ന് തൊട്ട് സ്തോത്രം പറയാൻ ട്രെയിൻ ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീട്ടിലും ഇടയ്ക്കിടയ്ക്ക് അടുത്ത ആഴ്ച, ഈ ആഴ്ച മുഴുവനും ഒന്ന് സ്തോത്രം പറഞ്ഞു നോക്കി. അടുത്ത ആഴ്ച എങ്ങനെ ഇരിക്കുമെന്ന് അറിയാം. ശക്തിയോടെ നിങ്ങൾ വരും. ഹല്ലേലൂയ. ഒരു ദിവസം ഒരു 15 സ്തോത്രമെങ്കിലും പറയാമെന്ന് തീരുമാനിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. Continuously praise God and your life will be transformed. നീ എഴുന്നേക്ക. ഏലിയാവേ, നീ ചാകാനുള്ളവനല്ല. നിനക്ക് ഇനിയും ഒത്തിരി പ്രവർത്തിക്കുവാനുണ്ട്. നിനക്ക് ഇനിയും ഒത്തിരി ഓടുവാനുണ്ട്. ഇനിയും നിനക്ക് കുറച്ച് കാര്യങ്ങൾ നേടാനുണ്ട്. രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുവാനുണ്ട്. നീ എഴുന്നേൽക്ക. ഈ ചുട്ട ഭക്ഷണം കഴിക്കുക, ഈ അട തിന്നുക. God wants you to get up because God wants you to have a long journey. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നെഹമ്യാവ് 2:20. നെഹമായ 2:20. നെഹമ്യാവ് പറയുകയാണ്, നമുക്ക് എഴുന്നേറ്റ് പണിയാം. നെഹമായ chapter 2 verse 20.
Praise the Lord. Nehemiah 2:20. I answered them by saying, God of heaven will give us success. God of heaven will give us success. We, his servants, We, his servants, will start rebuilding. we must arise and rebuild the place. നമുക്ക് എഴുന്നേറ്റ് പൊളിഞ്ഞു കിടക്കുന്ന മതിൽ പണിയാം. Let us arise and rebuild the wall. Let us arise to shine forth as lights. Let us arise, gird our loins, speak forth the truth. Let us arise, walk through the nations and claim for the kingdom of God. Let us arise, lift up the feeble relations, feeble people, and give it to God and praise Him and enjoy life. Let us arise and go back to Bethel. Let us arise and eat the food God has given. Eat the manna God has given and run more journey for the kingdom of God. Let us arise and rebuild the wall. നമുക്ക് എഴുന്നേറ്റ് മതിൽ പണിയാം. ഹല്ലേലൂയ. നെഹമായ പറയുകയാണ് എഴുന്നേറ്റ് മതിൽ പണിയാം. ദൈവരാജ്യത്തിൽ പൊളിഞ്ഞു കിടക്കുന്ന ചില മതിലുകളുണ്ട്. അത് പണിയണം. പണിയാൻ ഗട്സ് ഉള്ള ചില ദൈവദാസന്മാർ വേണം. പണിയാൻ ചെല്ലുമ്പോൾ എതിർപ്പ് വരും. ഇതുവഴിയൊന്നും ട്രാക്ട് കൊടുക്കാൻ പറ്റില്ല, ഇവിടെ ഒന്നും പ്രസംഗിക്കാൻ പറ്റില്ല, ഇവിടെ ഒന്നും പ്രാർത്ഥന വെക്കാൻ പറ്റില്ല. ഒത്തിരി എതിർപ്പ് വരും. സൻബലത്തും തോബിയാവും നിനക്കെതിരായി പ്രവർത്തിക്കും. പക്ഷെങ്കിൽ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ യു മസ്റ്റ് അറൈസ് ആൻഡ് ബിൽഡ്. When God gives you a calling, when God gives you an anointing, He will equip you to do the mission. അത് ചെയ്യുവാൻ ദൈവം നിനക്ക് ശക്തി തരും. There is a long journey. There is a long purpose. You have to build the walls. Hallelujah. There is lot more to do in West Bengal. There is lot more to do in Orissa. There's lot more to do in whole of our country. There's lot more to do in remote parts of Kerala. യേശുവിനെ കുറിച്ച് കേൾക്കാത്ത ഒത്തിരി പേര്, സുവിശേഷത്തെ കുറിച്ച് അറിയാത്ത ഒത്തിരി പേര് നരകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, നിത്യ അഗ്നിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആ മതിലുകൾ ഒളിഞ്ഞു കിടക്കുമ്പോൾ അത് പണിയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. Who will build the wall? Who will be the Nehemiah, the prophet willing to build the wall? ദൈവത്തിന്റെ പട്ടണത്തിന്റെ ഭിത്തി തകർന്നു കിടക്കുന്ന കണ്ടിട്ട് കണ്ണടച്ചിരിക്കാതെ പണിയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിള്ളേർക്കുള്ള ഒരു പ്രത്യേക വാക്യമാണ് Proverbs 6:9. It tells to the children, actually, you rise up, don't sleep, study hard. Even for people who are doing entrance exam, it's a good message. How long will you lie there, How long will you lie in your bed? you sluggard? You sluggard. When will you get up When will you get up from your sleep? from your sleep? Rise up and study. Arise and do the duty God has given you. Some of you are sleeping in life, missing the opportunity. You know, there is a kingdom of God. I speak about all the time kingdom of God. But your work is worship. In Bible, there is not Sunday worship and Monday is not an unholy day. Ministry is only for the pastor and the rest of the people are unholy. No. The word avoda is the same used for worship and work. ആരാധനയ്ക്കും ജോലിക്കും മൂലഭാഷയിൽ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന അവോധ എന്ന് പറഞ്ഞൊരു വാക്കാണ്. അവോധ, which means work and worship. That means when you are working on Monday, you are actually worshiping God. When you are teaching your children, that's part of your work. When you are getting up and making some food, don't crib. That's part of God's ministry that God has given you. Hallelujah. When you are driving the car for your family, don't worry. That is what God has blessed you with. You may be looking like a driver, but never mind. That is a ministry that God has given you. Hallelujah. Hallelujah. Every work you do in the world that God has given you is the work for the kingdom of God. I have seen some pastors telling me, I am going to heaven. My mind is all in heaven. So let me not contaminate with worldly things. Don't tell me to go shopping. Don't tell me to look out the house. Don't tell me to look after this, look after that. I am only thinking about heaven. I'm just going to heaven. So I don't want to be involved in this earth. There are some people who are too religious, unfit to live. No, God wants you to arise from that slumber, that misunderstanding. Live a very fruitful life.
meaningful life. Do all your duties what God has given you to the best possible ability that God has given you. Hallelujah. Be a good father, be a good mother, be a good teacher, be a good doctor, be a good engineer, be a good anything that God has given you. You should be the number one in your field. God will bless you. Don't sleep too much. I'm coming to the close of my message today. I have some more beautiful verses to read for you. Malachi chapter 4 verse 2. Malaki പ്രവചനം 4-ാം അധ്യായം 2-ാം വാക്യം. This is a promise of God coming into your life. Son of righteousness shall arise with healings in his wings, and you will walk out to the world like calves which are jumping. Beautiful promise. I don't know whether you understood the meaning. മലയാളത്തിൽ വായിച്ചേ. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൽ, നീതി സൂര്യന്റെ ചിറകിൽ കീഴിൽ രോഗപാപശാന്തി ഉള്ള ഉദിക്കും. എല്ലാ മരുന്നും അതിന്റെ കീഴിലുണ്ട്. നീതി സൂര്യൻ നിന്റെ മേൽ ഉദിച്ചു കഴിഞ്ഞാൽ നിനക്കുള്ള രോഗപാപശാന്തിക്കുള്ള എല്ലാ മെഡിസിനും അവിടെയുണ്ട്. നീതി സൂര്യൻ നിന്റെ മേൽ ഉദിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ള എല്ലാ സംഗതിയും അവിടെയുണ്ട്. ഗിലെയാദിന്റെ തൈലത്തിൽ എല്ലാ സൗഖ്യവുമുണ്ട്. ഇന്നൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഹാർട്ടിന് അസുഖമാണ് കാർഡിയോളജിസ്റ്റിനെ കാണണം, മൂക്കിന് അസുഖമാണ് ENT-നെ കാണണം, കണ്ണിന് അസുഖമാണ് ഒഫ്താൽമോളജിയെ കാണണം, തലയ്ക്ക് പ്രോബ്ലം ആണ് ന്യൂറോളജിയെ കാണണം, എല്ലിന് പ്രോബ്ലം ആണെങ്കിൽ ഓർത്തോയിനെ കാണണം, ഗൈനി പ്രോബ്ലം ആണ് ഗൈനീനെ കാണണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് എക്സ്റേ കഴിഞ്ഞിട്ട് റേഡിയോളജിയെ കാണണം. ഇടയ്ക്ക് കുറെ പേരെ കണ്ടിട്ട് പിള്ളേരാണെങ്കിൽ പീഡിയാട്രീഷ്യനെ കാണണം. ഒരു വാതിൽ കയറി ഇങ്ങനെ കറങ്ങി കയ്യിലുള്ള കാശ് മുഴുവൻ പോകും. സ്വർഗത്തിൽ ഒറ്റ ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗവും മാറും. Praise the Lord. Son of righteousness will rise up with healing in his wings. നീതി സൂര്യനായി ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു സൗഖ്യം അവന്റെ ചിറകിലവിടെ മധ്യത്തിൽ ദൈവസഭയിൽ വ്യാപരിക്കുന്നതിനാലും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നിവിടെ രോഗത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ സൗഖ്യം പ്രാപിക്കുവാൻ, വിശ്വാസത്താൽ ഏറ്റെടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹാർട്ടിന്റെ അസുഖമാണോ, മുട്ടിന്റെ അസുഖമാണോ, തലയുടെ വേദനയാണോ, നിനക്ക് മാറാത്ത എന്ത് രോഗമാണേലും അത് ഇന്ന് രാത്രി നീങ്ങി പോകട്ടെ. ഈ നിമിഷം തന്നെ സൗഖ്യമാകുവാൻ ദൈവം നിനക്ക് ഇടയാക്കുമാറാകട്ടെ. Hallelujah. Hallelujah. The secret of my energy is the Holy Spirit. You know why I keep becoming younger every day? My wife keeps surprised. It's because of the Holy Spirit. Hallelujah. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് എന്നിൽ വ്യാപരിച്ച് എന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നീതി സൂര്യനായി സൗഖ്യം അവന്റെ ചിറകിൽ വസിച്ചുകൊണ്ട് നിന്റെ മേൽ വരും. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങളോ തൊഴുത്തിൽ നിന്ന് ചാടി വരുന്ന പശുക്കിടാക്കളെ പോലെ തൃശ്ശൂർ മുഴുവൻ തുള്ളി നടക്കുമെന്ന് പെന്തക്കോസ്തുകാര് തുള്ളുന്നതിന്റെ കാര്യം അതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീതി സൂര്യനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ തുള്ളും. നീ ന്യൂറോ സർജൻ ആണെങ്കിലും തുള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ ന്യൂറോ സർജൻ എന്നോ വക്കീലെന്നോ ഒന്നുമില്ല. പരിശുദ്ധാത്മാവ് വന്ന എല്ലാവരും തുള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുള്ളാൻ ഒരു നാണം കേടുമില്ല. കള്ളു കുടിച്ച് ഫിറ്റായിട്ട് തുള്ളാൻ നാണം കേടില്ല ആൾക്കാർക്ക്. എന്നിട്ട് അവിടെ നിന്നോട് പറയാം അവൻ പാമ്പായെന്ന്. നീ പാമ്പോ പെരുമ്പാമ്പോ എന്ത് വേണേലും ആയിക്കോളും. പരിശുദ്ധാത്മാവിനാൽ ലഹരി പിടിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ഇന്ന് രാത്രിയിൽ അത് നിങ്ങളുടെ മേൽ വരുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ലോകത്തിന് വേണ്ടി തുള്ളാൻ ഒത്തിരി ഉണ്ടെങ്കിൽ എനിക്ക് തുള്ളുവാനുള്ളത് ദൈവത്തിന് വേണ്ടിയാണ്. എന്റെ ഡിഗ്രിയിലല്ല ഞാൻ മാനിക്കുന്നത്, എന്റെ കഴിവിലല്ല ഞാൻ സന്തോഷിക്കുന്നത്. ദൈവം എനിക്ക് തന്നിരിക്കുന്ന നന്മയിലാണ്. എല്ലാം ദൈവം തന്ന ദാനമാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് മടക്കി കൊടുക്കുവാൻ ഒന്നേ ഉള്ളൂ, ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ ആരും സ്തുതിച്ചില്ലേലും കോവൂര് സ്തുതിക്കുന്നത്. എന്തുകൊണ്ടാണ് കോവൂര് ഏറ്റവും വലിയ സ്തോത്രം പറയുന്നതെന്ന് അറിയാമോ? God has done so much for me. I can never keep quiet. I can never be silent. Till the end of my life I will continue to praise my Savior who has blessed me so much. I love you, Jesus. I love you, my Master. Hallelujah. I give you all glory. എല്ലാ മഹത്വവും അങ്ങേക്ക്. നീതി സൂര്യനായ യേശുവേ,
നീ സകല രോഗശാന്തിയുമായി ഞങ്ങളുടെ മധ്യേ വരുമ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന തൃശ്ശൂരിലുള്ള ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാ രോഗികളും ദൈവസൗഖ്യം ഏറ്റെടുക്കുവാൻ ഇന്ന് രാത്രി അങ്ങ് ഇടയാക്കുന്നതിനാൽ, ഈ നിമിഷവും ഇടയാക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. പക്ഷേ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തി, ഇവിടെയൊക്കെ യേശു തളർന്നിരിക്കുന്നവരോടൊക്കെ എഴുന്നേൽക്ക, കിടക്കെടുക്ക, നടക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോയി വായിച്ചാൽ മതി. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 49-ാം വാക്യം. He says, rise up and walk. Acts 3:6, Peter and John went to pray. They met a lame man on the way. They told him, we have nothing which you are looking for, but we have something which you don't know. In the name of Jesus, rise up and walk. പിച്ചക്കാരനായ ഒരു മനുഷ്യനെ കണ്ട പത്രോസും യോഹന്നാനും ദേവാലയത്തിന്റെ പടിവാതിക്കൽ, സുന്ദരമെന്ന ഗോപുരമെന്ന ദേവാലയത്തിന്റെ പടിവാതിക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, വെള്ളിയും പൊന്നും എന്റെ കയ്യിലില്ല, പക്ഷേ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ, നടക്കാം. റൈസ് അപ്പ് ആൻഡ് വാക്ക്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 5-6 വാക്യം, കിടക്കയെടുത്ത് നടക്കാം. തളർവാദ രോഗിയെ കിടത്തിയിരിക്കുന്ന കിടക്ക എടുത്ത് നടക്കുവാൻ കർത്താവ് കൽപ്പിച്ചു. നിന്നെ തളർത്തിയിരുന്ന കിടക്ക എടുക്കാൻ ദൈവത്തിന് താല്പര്യമാണ്. Mark chapter 9 verse 5 and 6, Jesus is asking, rise up, take up the mat and walk. The very mat you were lying on, the very mat you was paralyzed on, you take up and walk. On the day of Sabbath, Jesus commanded the paralyzed man to walk with the mat he was on, the bed he was on. തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ എഴുന്നേറ്റ് നടക്കുവാൻ യേശു പല പ്രാവശ്യം കൽപ്പിച്ചു. ഞാൻ പറഞ്ഞു, ബെത്സൈദ കുളക്കടയിലുള്ളവരോട് കൽപ്പിച്ചു, നീ എഴുന്നേൽക്ക, എഴുന്നേൽക്ക. കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കർത്താവ് ഇവിടെ എങ്ങും പോയില്ല. നെവർ ഡിഡ് ഹി ഗോ ടു ലിഫ്റ്റ് ദം അപ്പ്. എവിടെങ്കിലും പോയോ? ഇല്ല. അവരൊക്കെ എഴുന്നേറ്റു. വൺസ് ഐ നോ ജീസസ് ഹെൽപ് വൺ മാൻ ഔട്ട്. ഒരു വ്യക്തിയെ കൈക്ക് പിടിച്ചു. എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ കർത്താവ് കൈക്ക് പിടിക്കും. നീ എഴുന്നേറ്റാ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസ് വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. എപ്പോഴാണ് മുങ്ങാൻ തുടങ്ങിയത്? അവൻ തിരമാലയെ നോക്കിയപ്പോൾ. കർത്താവിനെ നോക്കിയപ്പോൾ അവൻ മുങ്ങിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസിനും യോഹന്നാനും പറയാനുള്ളത് എഴുന്നേൽക്ക, നടക്ക. റൈസ് അപ്പ് ആൻഡ് വാക്ക്, റൈസ് അപ്പ് ആൻഡ് വാക്ക്. Can you read Matthew chapter 17 verse 7? Matthew chapter 17 verse 7. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം. But Jesus came and touched them and said, arise and do not be afraid. മലയാളത്തിൽ വായിച്ചോ. അവിശ്വാസവും ഓട്ടമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരികയും ഇതിന് ഉത്തരം പറഞ്ഞു. 17:7. മത്തായി 17. യേശു അടുത്തു ചെന്ന് അവരോട് അവരെ തൊട്ടു, എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഇതാരെയാ? യേശു എന്ന് ആരെയാ തൊട്ട്? യേശു പോയി. യെസ്. Whom did he touch? Hello? Yes. Peter, James and John. പരിശുദ്ധാത്മാവിനെ കണ്ട്, ദൈവത്തിന്റെ തേജസ്സും കണ്ട് ആകെ പേടിച്ചിരുന്ന അവരെയാണ് തൊട്ടത്. ചിലപ്പം ചില ആൾക്കാര് ദൈവവചനം കേൾക്കുമ്പോൾ പേടിച്ചു പോകും, ദൈവശബ്ദം കേൾക്കുമ്പോൾ പേടിച്ചു പോകും. അവരോടും കർത്താവ് പറയുന്നത് പേടിക്കണ്ട, എഴുന്നേക്കാൻ. Praise the Lord. Hallelujah. Some people are so afraid. Mary was afraid when she saw the angel. Praise the Lord. Everybody gets afraid. Moses was afraid when he saw the angel. Everybody gets afraid. When they see God, you may get afraid. But Jesus says, don't be afraid. Bhayapadenda. Bhayapadenda. Don't be afraid. Hallelujah. നീ കേൾക്കുന്ന സന്ദേശം കേട്ടിട്ട് ഇന്ന് രാത്രി ഭയപ്പെടേണ്ട. നിന്നോട് എഴുന്നേൽക്കാൻ പറയുന്ന ദൈവം നിന്നെ ഭയപ്പെടാതെ കൊണ്ടുപോകാൻ ശക്തനാണ്. You have heard so much today, and you know this is a big task, and you know it is very difficult. You may think it is beyond your capacity, but God says, don't be afraid. നീ ലോകത്തിന്റെ നടുകയും കുറുകയും കടക്കുവാൻ ദൈവം നിന്നോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ നീ ഭയപ്പെടാതെ എഴുന്നേൽക്കുക. നിനവയിലേക്ക് പോകുവാൻ ദൈവം യോനായോട് പറഞ്ഞു. God spoke to Jonah to go to Nineveh, but Jonah was afraid. What will happen if I go and preach in Nineveh? He decided to go to Tarshish. തർശീഷിലേക്ക് പോകുവാൻ അവൻ തീരുമാനിച്ചു. ദൈവം അവനെ പിടിച്ചു, മടക്കി നിനവയിലേക്ക് വിട്ടു. ദൈവം പോകാൻ പറഞ്ഞാൽ
ഭയപ്പെടാതെ ആ പട്ടണത്തിലേക്ക് പോകാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നീ എഴുന്നേറ്റ് ഒരു സ്ഥലത്ത് കുന്നംകുളത്തോട്ട് പോകാൻ പറഞ്ഞ എഴുന്നേറ്റ് കുന്നംകുളത്തോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ തൃശ്ശൂർക്കുള്ള വണ്ടിയല്ലല്ലോ കയറേണ്ടി. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ കോട്ടയത്ത് വിട്ട് അക്കോട്ടയത്ത് പോകുക. ദൈവം നിന്നെ ഏത് സ്ഥാനത്ത് അയക്കുന്നു അവിടെ പോയി സുവിശേഷം പറയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. I always check and ask God, God, are you sending me? If God is sending me, He will give me the message. If God is sending me, He will give me the power. If God is sending me, He will give me His presence. ദൈവം തന്റെ സാന്നിധ്യം അയച്ച് നമ്മെ അയക്കും. Praise the Lord. Finally, let me close with this verse. Acts of the Apostles chapter 12 verse 7. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. പത്രോസിനോട് ദൂതൻ പറഞ്ഞൊരു വാക്യമാണ്. പത്രോസിനോട് കാരാഗ്രഹത്തിൽ ദൂതൻ പറഞ്ഞൊരു വാക്യമാണ്. Now an angel of the Lord stood by Peter. And a light shone in the prison. Yes, and the light came in the prison. And he struck Peter on the side, And the shoulder he touched Peter and said, raised him up, saying, Arise, Peter. Hey, Peter. Hey, Peter. Hey, Peter, arise. Arise, Peter. Peter, arise. Peter was sleeping. He never thought an angel will come down. He just came chumma. But here is an angel coming, touching the shoulder of Peter, saying, Peter, arise. He never expected an angel in the prison. കാരാഗ്രഹത്തിൽ ഒരു ദൂതം വരുമെന്ന് രാത്രിയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ സൂക്കമായി ഇനിയും കഴിഞ്ഞു എന്ന് പറഞ്ഞ് പത്രോസ് അപ്പോസ്തലൻ ഉറങ്ങുകയായിരുന്നു. മലയാളത്തിൽ വായിച്ച് കർത്താവിന്റെ ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷനായി. വലിയൊരു വെളിച്ചം, ഇരുണ്ട കാരാഗ്രഹത്തിൽ ദൂതം വന്നപ്പോ വെളിച്ചം വന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ പത്രോസിനോട് തട്ടി, വേഗം എഴുന്നേൽക്കാം, വേഗം ഗെറ്റ് അപ്പ് ക്വിക്ലി എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. എനിക്ക് സന്തോഷമുള്ളത്, എഴുന്നേക്കാൻ പറഞ്ഞ എഴുന്നേക്കാൻ കൈ ഉപയോഗിക്കണമല്ലോ, ചങ്ങല ഇങ്ങനെ ഇരിക്കല്ലേ, ഇങ്ങനെ കിടന്ന് പത്രോസിന് എഴുന്നേക്കേണ്ടി വരില്ല. എഴുന്നേക്കാൻ പറഞ്ഞാൽ ചങ്ങല ഊരിപ്പോകും. അത് ആർക്കെങ്കിലും മനസ്സിലായോ? അത് വായിച്ചപ്പം എനിക്ക് പിടികിട്ടി. ഉടനെ അവന്റെ ചങ്ങല ഊരിപ്പോയി. കെട്ടിയിരുന്ന പത്രോസിന് ഇങ്ങനെ രാത്രി എഴുന്നേക്കണമെങ്കിൽ കാലിലും കൈയും ചങ്ങല കിടക്കുമ്പോൾ എഴുന്നേക്കാൻ പറ്റുമോ? പറ്റില്ല. എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കാൻ നിന്റെ കെട്ടിനെ ആദ്യം ഉടനെ ദൈവം അഴിക്കും. Oh, what a wonderful thing. When God asks a person to rise up, his chains will immediately fall. If you are willing to rise up today, your chains are going to fall. ഇന്ന് രാത്രി നിന്നെ കെട്ടിയിരിക്കുന്ന ചില കെട്ടുകൾ നീ എഴുന്നേക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ വീഴാൻ പോവുകയാണ്. നിന്റെ മദ്യപാനത്തിന്റെ ശക്തി നിന്നെ വീഴാൻ പോവുകയാണ്. നിന്റെ ചീത്ത സ്വഭാവങ്ങൾ നിന്നെ വിട്ടേച്ചു പോകുവാൻ പോവുകയാണ്. നിന്റെ തെറ്റായ കൂട്ടുകെട്ടുകൾ നിന്നെ വിടാൻ പോവുകയാണ്. നിന്നെ തോൽവിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിന്നെ വിടാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ എഴുന്നേൽക്കാൻ പത്രോസിന്റെ അടുക്കൽ ദൂതൻ കൽപ്പിച്ചപ്പോൾ ഉടനെ അവന്റെ ചങ്ങല അഴിഞ്ഞു. എഴുന്നേക്കാൻ സാധിക്കാതിരിക്കുന്ന കെട്ടുകളെ ദൈവം ഉടനെ അഴിക്കും. പ്രൈസ് ദി ലോർഡ്. തളർന്നു കിടക്കുന്ന മുട്ടുകളെ ദൈവം ശക്തീകരിക്കും. ക്ഷീണിച്ചിരിക്കുന്നതിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം തരും. ദൈവം എഴുന്നേക്കാൻ പറഞ്ഞാൽ കെട്ടുകൾ അഴിയും. അതാണ് അവസാനത്തെ സന്ദേശം. ഇന്ന് ദൈവത്തിന് നിന്നോട് പറയുവാനുള്ളത്, when God asks you to get up and rise, chains will automatically fall. ഉടനെ ചങ്ങലകൾ വീഴും. ഇന്ന് നിന്നെ കെട്ടിയിരിക്കുന്ന എല്ലാ ചങ്ങലയും അഴിയുമാറാകട്ടെ. എഴുന്നേൽക്കുവാൻ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവിക സന്തോഷം അനുഭവിക്കുവാൻ, ദൈവ പൈതലായി ജീവിപ്പാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും തലകളെ അടച്ചാട്ട്, കണ്ണുകളെ അടച്ച് തലകളെ മടക്കി ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ ഇരിക്കാം. Shall we look to the Lord in prayer for 1 minute? God has spoken to you this evening to arise. എഴുന്നേൽക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. Your light has come upon you. എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രകാശിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവം നിന്നെ ശക്തീകരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ വന്നിരിക്കുന്നു. നിന്റെ അരക്കെട്ടിനെ കെട്ടി മുറുക്കി ഉറപ്പിച്ച് എഴുന്നേൽക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എഴുന്നേറ്റ് ദൈവവചനം സംസാരിക്കുവാൻ ശക്തി തരുമാറാകട്ടെ. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമാറാകട്ടെ. ഭൂമിയുടെ അറ്റത്തോളം നടന്ന് അവകാശം ചൊല്ലുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. തളർന്നിരിക്കുന്ന, മരിക്കാൻ പോകുന്ന, ചാവാറായ ശേഷിപ്പുകളെ ഉയർത്തിപ്പിടിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അതുപോലെ ബെഥേലിലേക്ക് മടങ്ങി വരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ.
സറാഫാത്തിലേക്ക് പോകുവാൻ ദൈവം നിന്നോട് കൽപ്പിച്ചാൽ സറാഫാത്തിൽ പോയി ഇരുന്ന് പഠിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അതുപോലെ ഏലിയാവെ, നീ ചൂരച്ചെടിയുടെ മധ്യേ ഉറങ്ങുവാനുള്ളവരല്ല, നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് നിനക്ക് വളരെ യാത്ര ചെയ്യുവാനുണ്ട്. എഴുന്നേൽക്ക എന്ന് പറയുമ്പോൾ എഴുന്നേൽക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എല്ലാ രോഗികളോടും തളർന്നു കിടക്കുന്നവരോടും യേശു പറഞ്ഞു എഴുന്നേൽക്ക. പത്രോസ് പറഞ്ഞു എഴുന്നേൽക്ക, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക. ഇന്ന് രാത്രി എഴുന്നേൽക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അവസാനം ദൂതൻ ഉറങ്ങിക്കിടക്കുന്ന പത്രോസിനോട് എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ചങ്ങല അഴിഞ്ഞു വീണു. നീ എഴുന്നേൽക്കുവാൻ തീരുമാനിക്കുമ്പോൾ നിന്റെ മുട്ടിന് ശക്തി തരും, നിന്റെ ഇടുപ്പിന് ശക്തി തരും, നിന്റെ കെട്ടുകൾ അഴിയും. എത്ര പേർ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും? എത്ര പേര് ശോഭിക്കും? എത്ര പേര് പ്രതിഷ്ഠിക്കും? എത്ര പേര് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കും? സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുവാനല്ല, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടുവാനല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ദൈവരാജ്യത്തിന് വേണ്ടി ഓടുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ, ദൈവവചനം ശുശ്രൂഷിക്കുവാൻ, ദൈവത്തിന്റെ സാക്ഷിയായി തീരുവാൻ, സഹോദരങ്ങളോട്, സ്നേഹിതരോട്, ദേശക്കാരോട്, കൂട്ടുകാരോട്, മറ്റുള്ള ചാർച്ചക്കാരോട് ഒക്കെയും സുവിശേഷം പറയുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ വന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, നീ തന്നിരിക്കുന്ന നല്ല വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. നിനക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ ഈ അന്ത്യനാളുകളിൽ നീ ഞങ്ങളെ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കെട്ടുകൾ അഴിയുവാൻ ഇടയാക്കുമാറാകട്ടെ. ഞങ്ങളെ പുറകോട്ട് വലിക്കുന്ന എല്ലാ വലികളും വീഴുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ തളർന്നിരിക്കുന്ന നരിയാണികൾ ശക്തി പ്രാപിക്കുവാൻ, ഞങ്ങളുടെ മുട്ടുകൾ ശക്തി പ്രാപിക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി ധൈര്യമായി നിൽക്കുവാൻ, രാജാക്കന്മാരുടെ മുമ്പില്, സ്നേഹിതന്മാരുടെ മുമ്പില്, ഞങ്ങളെ കൊണ്ടുപോയി നിർത്തുന്ന എല്ലാവരുടെയും മുമ്പില് അങ്ങയുടെ ധൈര്യത്തിന്റെ സാക്ഷിയായി നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അരക്കെട്ടുകളെ ഉറപ്പിക്കുമാറാകണമേ. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ദേശത്ത്, ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന കുടുംബത്ത്, ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് അങ്ങയുടെ മഹത്വമേറിയ സാക്ഷികളായി നിൽക്കുവാൻ തുടർന്നും കൃപ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തീരുമാനിച്ച എല്ലാ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇന്ന് പ്രതിഷ്ഠിച്ച എല്ലാ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇന്ന് പ്രാർത്ഥനയ്ക്കായി ആഗ്രഹിച്ച എല്ലാ ജീവിതങ്ങളുടെയും കനിയുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ രോഗസൗഖ്യം കൊടുത്താട്ടെ, വിടുതൽ കൊടുത്താട്ടെ, സമാധാനം കൊടുത്താട്ടെ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് ബഥേലിൽ തന്നെ ആയിരിക്കാൻ കൃപ ചെയ്താട്ടെ. ദൈവമേ, അങ്ങ് ആക്കിയിരിക്കുന്ന സ്ഥാനത്ത്, അങ്ങ് വെച്ചിരിക്കുന്ന സ്ഥാനത്ത് പ്രകാശിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കെട്ടുന്ന എല്ലാ ചങ്ങലകളും അഴിഞ്ഞ്, എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞ് അങ്ങയുടെ നാമത്തെ ഘോഷിക്കുവാൻ, അങ്ങയുടെ വരവിനെ ഘോഷിക്കുവാൻ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കുവാൻ, അനേക ജീവിതങ്ങളെ ഒരുക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. Lord, prepare us for your second coming. Give us the grace to stand for your truth. Lord, give us the strength to stand for your word. Lord, help us to stand as a powerful witness in this dying generation, Master. Thank you, Master. Thank you, Savior. Thank you, Jesus, for giving us such a wonderful message. Thank you for touching our heart. Thank you for filling us with your love. Thank you for giving us the light, Master. പ്രകാശം തന്ന് ഞങ്ങളുടെ ഹൃദയത്തെ തൊട്ട് സ്പർശിച്ച് അനുഗ്രഹിച്ചതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. സകലമാനോ മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you with this wonderful message. Thank you.